ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായി മാറിയിട്ടുള്ളൊരു ബിരിയാണിയാണ് മാഞ്ഞാലി ബിരിയാണി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഉണ്ടാക്കണം തോന്നി. അപ്പോൾ ആ വീഡിയോയാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, സാധാരണ ബിരിയാണി പോലെ അല്ല. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.25 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ വലുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലാണ് മസാലയൊക്കെ നന്നായി പിടിച്ച് ചിക്കനൊന്ന് സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൈമ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അളന്നിട്ട് എടുക്കണം, കാരണം അതിനനുസരിച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അരി നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. എന്നിട്ട് നമ്മളിത് അരമണിക്കൂർ കുതിർക്കാൻ വെക്കണം കേട്ടോ. കൈമ ജീരകശാല അരിയാണെങ്കിൽ നമ്മൾ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് കുതിർത്തതിന് ശേഷമാണ് വെക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തതാണ് ഈ നെയ്യിലോട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഈ സവാളയും നമുക്കിതിൽ നിന്ന് എടുക്കാം. പിന്നെ മാഞ്ഞാലി ബിരിയാണി എന്ന് പറയുമെങ്കിലും ഇതൊരു ദം ബിരിയാണി അല്ല കേട്ടോ. റൈസും ചിക്കൻ മസാലയും വേറെ വേറെയാണ് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യിലോട്ട് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതി പത്രി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഏലക്ക, 6 ഗ്രാമ്പു, പിന്നെ തക്കോലം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അല്ലികൾ ഇങ്ങനെ വേറിടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാനിതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പൈനാപ്പിളും വേണം കേട്ടോ. ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് പൈനാപ്പിളും ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക, നല്ലതാണ്. അപ്പോൾ പൈനാപ്പിളും ക്യാരറ്റും എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരമണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളത്തോട് കൂടി ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, കാരണം നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് 6 കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 കപ്പ് അരി എടുക്കുമ്പോൾ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നല്ല തിളച്ച വെള്ളം ചേർക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് തിളച്ചതിന് ശേഷം പിന്നെ അരി ഇട്ട് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നെ ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്, ചെറിയൊരു നാരങ്ങയാണ് കേട്ടോ. അതായത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല വേറിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്തത്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ഇപ്പോൾ കണ്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാഞ്ഞാലി ബിരിയാണിയിൽ അവർ പുതിനയില ചേർക്കില്ല കേട്ടോ. അപ്പോൾ മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിനി ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. മൊത്തത്തിൽ ഈ റൈസ് കുക്കാവാൻ ഒരു 8-10 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ ഏകദേശം കുറേയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ നനവുള്ളൂ. അപ്പോൾ ഒന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇത് തുറക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റിയിട്ട് ചോറ് നന്നായിട്ട് വെന്ത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ചോറ് വേവാനൊക്കെ ഇച്ചിരി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച് വെക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ചോറിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ സവാളയും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ചിക്കൻ മസാല റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ എണ്ണയിലിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ ചിക്കനെ വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ വേവിക്കേണ്ടത്, അല്ലാതെ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിക്കുക.
അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതിൽ നല്ല ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രേവി ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രേവി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കണം. ചിക്കനും പിന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ നമ്മളിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ആൾറെഡി കുക്കായതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പുറമെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാനിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ കുക്കായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ ചിക്കൻ ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ നല്ല ചൂടായതിനു ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും കുക്കായതുകൊണ്ട്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി വേവിച്ചതുകൊണ്ട് തന്നെ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രൈ ആക്കി എടുത്തിട്ട് വേണം നമ്മളിതിനെ ഒന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആക്കി എടുക്കാൻ. പിന്നെ നല്ലൊരു ടെക്സ്ചറും കിട്ടും ചിക്കൻ ഫ്രൈ ചെയ്താൽ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. അപ്പോൾ ഞാനിപ്പോൾ 2 ട്രിപ്പിലായിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ എണ്ണ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ എണ്ണ വലിയൊരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 3 വലിയ സവാള തിന്നായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള നല്ല പോലെ വാട്ടിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ മാഞ്ഞാലി ബിരിയാണിയിൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നല്ല പോലെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മസാലയ്ക്ക് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലും മുളക് പൊടിയാണ് അവർ യൂസ് ചെയ്യാറ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 4 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി കുറച്ച് കൂടുതൽ ചേർക്കുക. കാരണം നമ്മളിതിലോട്ട് തൈരൊന്നും ചേർക്കുന്നില്ല, അതുപോലെ നാരങ്ങനീരും ചേർക്കുന്നില്ല കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് നാരങ്ങനീരേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി വെന്തുടയാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. പിന്നെ തക്കാളി ചേർക്കുമ്പോൾ നല്ല റെഡ് കളറും കിട്ടും കേട്ടോ മസാലക്ക്. അപ്പോൾ നല്ല പോലെ വെന്ത് ഉടച്ചെടുക്കണം തക്കാളി. അതിനുശേഷം ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി മസാല പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അതും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഗരം മസാലയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രേവി മാറ്റി വെച്ചിരുന്നല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രേവി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയിൽ നല്ല ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലയിലേക്ക് ചിക്കൻ്റെ ഈ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഗ്രേവി ഒഴിച്ചതിന് ശേഷം മസാല അതുപോലെ വെള്ളവും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ആവി ഒളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ മസാല ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം. അപ്പോൾ ഇതിന് നല്ല ഗ്രേവി ആയിട്ടൊന്നും വേണ്ട കേട്ടോ, ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു ഐറ്റംസാണിത്. അപ്പോൾ കണ്ടോ, ഒരു 5 മിനിറ്റാണ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് മസാല പിടിക്കാൻ വേണ്ടി വെച്ചത്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. പിന്നെ ഒരു 1/4 കപ്പോളം ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവർ മാഞ്ഞാലി ബിരിയാണിയിൽ പുതിനയില ചേർക്കൂല, അതുകൊണ്ട് നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കനും കറിയും ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ബിരിയാണി, അല്ലാതെ ദം ചെയ്തെടുക്കുന്നൊന്നുമില്ല കേട്ടോ. റൈസും ഈ ഗ്രേവി ചിക്കൻ ഗ്രേവി സെപ്പറേറ്റ് ആയിട്ടാണ് അവർ സെർവ് ചെയ്യുക. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈസ് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യും. എന്നിട്ടിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കമഴ്ത്തുകയാണ് ചെയ്യുന്നത്. സാധാരണ ദം ബിരിയാണി അല്ല കേട്ടോ മാഞ്ഞാലി ബിരിയാണി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറും കടായി ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ദം ബിരിയാണി അല്ലെങ്കിൽ പോലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റൈസ് ഞാനിപ്പോൾ ഇത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഗ്രേവി കൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ, ദം അല്ലെങ്കിലും. പിന്നെ നമുക്കിതിലേക്ക് തൈരൊക്കെ വെച്ച് കൊടുക്കുക, അതുപോലെ അച്ചാർ. ഇനിയിപ്പോൾ പപ്പടം വേണമെന്നുണ്ടെങ്കിൽ പപ്പടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്താലും മതി. അങ്ങനെയും ചെയ്യുക. അതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ സെർവ് ചെയ്തു എന്നേ ഉള്ളൂ.
അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കണ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്